കൈരളി പീപ്പിൾ ടിവിയുടെ ഡോക്ടേഴ്സ് അവാർഡ് വിതരണം കൊച്ചി IMA ഹാളിൽ ആരംഭിച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. IMA President Dr. Narayanan, Advocate MM Monai, ശ്രീ PA സിദ്ധാർത്ഥ മേനോൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാള കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ശ്രീ VK അഷ്റഫിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനായി മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് MM മോനായിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരെ, കൈരളി ചാനൽ ഒരു വേറിട്ട ചാനലെന്ന അതിൻ്റെ അർത്ഥം സാർത്ഥകമാകുന്ന വിധത്തിൽ വർത്തമാനകാല സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ മനുഷ്യ സേവന രംഗത്തും ജീവനുണ്ടായിട്ടോ ഉള്ള അടിസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ 2016 അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും നശ്വരരായ ജീവികളാണ്. പക്ഷേ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും നമ്മുടെ സ്മരണയിൽ വരുന്നവരെല്ലാം മനുഷ്യരെ മറ്റു പലതിനേക്കാൾ മഹത്തരമായി സേവിച്ചവരുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സുകളിൽ, മനോമുകുരങ്ങളിൽ, അല്ലെങ്കിൽ ചരിത്രത്തിൽ പല നിസ്സാരകളായ ആളുകളെ അതിജീവിച്ചുകൊണ്ട് പലപ്പോഴും നിലകൊള്ളുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഡോക്ടർമാരുടെ സേവനത്തെ സംബന്ധിച്ച്, സേവനം എന്ന് തന്നെ പറയുന്നതിൻ്റെ വിലകൾ തന്നെ പലപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ തിന്മകളെ സംബന്ധിച്ച് അദ്ദേഹം പറയുണ്ടായി. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്, വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്, വെൽത്ത് വിത്തൗട്ട് വർക്ക്, എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ. അങ്ങനെ 7 പ്രധാനപ്പെട്ട സാമൂഹ്യ തിന്മകളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആദർശമില്ലാത്ത രാഷ്ട്രീയം, ത്യാഗമില്ലാത്ത ആരാധന, അധ്വാനിക്കാതെയുള്ള സമ്പത്തുണ്ടാക്കൽ, അതുപോലെ തന്നെ മൂല്യച്യുതി നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം, കമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, ധാർമ്മികതയില്ലാത്ത കച്ചവടം. ഇന്ന് നമ്മളെ വർത്തമാനകാലത്ത് നോക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതൊരു സേവനം ഇന്ന് അതൊരു പ്രൊഫഷനായിട്ടും അത് ഒരു ധനാഗമ മാർഗമായിട്ടും അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പലപ്പോഴും അതിനേക്കാൾ ഉപരിയായി മറ്റു പല മൂല്യങ്ങളും അതിനെ ഭരിക്കുന്നൊരു കാലഘട്ടത്തിൽ അത്തരം പാത തിരഞ്ഞെടുക്കാതെ വേറിട്ടൊരു പാത, യഥാർത്ഥ ആതുര സേവനത്തിൻ്റെ, ഒരു മനുഷ്യ സേവനത്തിൻ്റെ ആ മുറിവുകളിൽ ലേപനം പരട്ടുന്ന ഒരു സാന്ത്വനത്തിൻ്റെ ഒരു പാത തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ജൂറി പ്രഖ്യാപിക്കും. ഞാനെൻ്റെ ഔദ്യോഗികമായ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന കൈരളിയുടെ തുടക്കം മുതൽ കൈരളിക്ക് എന്നും താങ്ങും തണലും കരുത്തും ആയി നിൽക്കുന്ന മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി അവർകളെ ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി
കെ ശൈലജ ടീച്ചർ, ശ്രീമതി ശൈലജ ടീച്ചറെ ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൈരളിച്ചാലൻ്റെ MD ശ്രീ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി സൗമിനി ജയൻ, അവർ എത്തിച്ചേർന്നിട്ടില്ല, അവരുടെ അഭാവത്തിലാണെങ്കിലും മേയറെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. IMAയുടെ പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ, അതുപോലെ കൈരളി ബോർഡ് അംഗങ്ങളായ ശ്രീ A വിജയരാഘവൻ, PS സിദ്ധാർത്ഥ മേനോൻ എന്നിവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കൈരളിയുടെ ഡയറക്ടർ ശ്രീ VK അഷറഫ്, അദ്ദേഹം വേദിയിലുണ്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ സദസ്സിലുണ്ട്. വിവിധ തുറകളിൽപ്പെട്ടവർ, ജസ്റ്റിസുമാർ, അതുപോലെ തന്നെ ഡോക്ടർമാർ, സാമൂഹ്യ പ്രവർത്തകർ, കൗൺസിലർമാർ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിലുള്ള നിരവധി ആദരണീയരായ വ്യക്തികൾ ഈ സദസ്സിൽ ഉണ്ട്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് സ്വാഗതം ചെയ്യുന്നില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി കൈരളിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ, മുഖവരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ മാധ്യമ പ്രതിഭ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായ ശ്രീ ജോൺ ബ്രിട്ടാസിനെ ആമുഖ ഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മമ്മുക്ക, പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ ദൗത്യം ഭാഗികമായി സ്വാഗത പ്രാസംഗികൻ ശ്രീ MM മോനായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതിയെന്ന് എന്നോട് മമ്മുക്ക പറഞ്ഞു. അതുകൊണ്ട് ആമുഖ പ്രഭാഷണം എന്നുള്ള പേരിൻ്റെ ഒരു മുഴക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട മേയറെ കൂടി നമുക്ക് ഈ വേദിയിൽ ലഭിച്ചത് ഈ ചടങ്ങിനെ ധന്യമാക്കുന്നു. മോനായി സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡിൻ്റെ 3ാമത്തെ പതിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ വളരെ കുറച്ച് പേരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. ആ ക്ഷണിച്ചവരിൽ 99% പേരും ഇവിടെ എത്തിയെന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. മമ്മുക്കയുടെ നിർദ്ദേശപ്രകാരം കൈരളി TVയുടെ ഡയറക്ടർ ബോർഡാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. അന്ന് ഞങ്ങൾ ഈ അവാർഡ് ഏർപ്പെടുത്തുന്ന സമയത്ത് മറ്റാരും തന്നെ ഈ ആതുര മേഖലയുമായി ബന്ധപ്പെട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ നിസ്തൂലമായ സംഭാവന ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുന്നതിന് മുമ്പോട്ട് വന്നിരുന്നില്ല. ഞങ്ങൾ തുടങ്ങിയ ശേഷം കേരളത്തിലെ 1-2 മാധ്യമ സംരംഭങ്ങൾ കൂടി ഞങ്ങളുടെ വഴിയെ വന്ന് ഈ മേഖലയെ അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളത് ഈ അവാർഡിൻ്റെ ഒരു തനതായ പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് അവാർഡ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിഞ്ഞുകൂടായിരിക്കാം. ദൈവം കഴിഞ്ഞാൽ ഇൻവെർട്ടർ കോമ, ദൈവം ഇല്ലാത്തവർക്കും ഇൻവെർട്ടർ കോമയിൽ വേണം ദൈവത്തെ ഉപയോഗിക്കാം. മോനായി സാറിന് ദൈവമുണ്ടെന്നുള്ള കാര്യം ES ജോസഫോടൊന്ന് തലയാട്ടുന്നുണ്ട്. ദൈവം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവുമായി ജീവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ നമ്മുടെ ഡോക്ടർമാരാണ്. നമ്മുടെ ജീവനെ നിലനിർത്താനോ നിഷേധിക്കാനോ അവരുടെ കൈവിരലിൻ്റെ ഒരു സ്പർശം മാത്രം മതിയാണ്. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധത, ഉത്തരവാദിത്വം, സമർപ്പണഭാവം, ഇത്തരത്തിലുള്ള ഘടകങ്ങളെ കുറച്ചും കൂടി മൂർത്തമായ
രീതിയിൽ പരിപോഷിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് കൈരളി TV ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഒരു കാരണവശാലും ഈ അവാർഡ് നിർണയത്തിൽ ഞങ്ങൾ ആരും ഇടപെടില്ല. അത് ഞങ്ങളുടെ ചെയർമാൻ ഇടപെട്ടിട്ടില്ല, ഡയറക്ടർമാരും ഇടപെട്ടിട്ടില്ല. ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടുന്നതെന്നുള്ളത് ജൂറി തീരുമാനിച്ച് ഒരു കുറിപ്പ് ഞങ്ങളുടെ കയ്യിൽ തരുമ്പോൾ മാത്രമാണ് ആ വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഒരുപക്ഷെ ഇത്രയും സുതാര്യമായി ഋജുവായ രീതിയിൽ ഏതെങ്കിലും അവാർഡ് നിർണയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവാർഡ് ജൂറിയെക്കുറിച്ച് ഒരു വാചകം പറയണം. നമ്മുടെയൊക്കെ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഭിഷഗ്വരൻ എന്നുള്ള പദവിയുള്ള ഡോക്ടർ ബി ഇക്ബാൽ നയിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ജൂറിയാണ് ഓരോ വർഷവും ഡോക്ടർമാരെ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് മാത്രമല്ല, പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ് ആ അഭിപ്രായങ്ങളെ അപഗ്രഥിച്ച് ഇവരുടെ വിദഗ്ധ അഭിപ്രായം കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് അവാർഡ് നിർണയം പൂർത്തിയാക്കുന്നത്. അവാർഡ് ലഭിക്കുന്ന ആൾക്കാരുടെ മഹത്വവും അവാർഡ് നിർണയിക്കുന്ന രീതിയും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു അവാർഡിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഉയരം വർദ്ധിക്കുന്നത്. ഇക്കുറി അവാർഡിന് പാത്രമായ ആൾക്കാരുടെ പേരുകളൊക്കെ ഇതിനകം വന്നു കഴിഞ്ഞു. അവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ വഴിയെ വരുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തികൾ ആരാണെന്ന് പരാമർശിച്ച് പോകുമ്പോൾ ഈ അവാർഡിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. സ്വകാര്യ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അവാർഡിന് പാത്രമാകുന്നത് നമുക്കെല്ലാം സുപരിചിതനായ, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സ്നേഹസ്പർശമായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തെ ഞാൻ എൻ്റെ JB ജംഗ്ഷനിൽ വളരെ ദീർഘമായിട്ട് അഭിമുഖത്തിന് വിധേയമാക്കിയിരുന്നു. എല്ലാവരും എന്നെക്കുറിച്ച് ചില അപവാദങ്ങൾ പറയാറുണ്ട്. മുമ്പിലിരിക്കുന്ന ആൾക്കാരെ പല രൂപത്തിലും ഭാവത്തിലും ഞാൻ പീഡിപ്പിക്കാറുണ്ടെന്ന്. പക്ഷേ എനിക്ക് അത് ശരിയല്ലെന്നുള്ള കാര്യം വിശ്വംഭരനെ പോലുള്ള ആൾക്കാർക്ക് അറിയാം. എങ്കിൽ പോലും ഡോക്ടർ ജോസ് ചാക്കോ വന്നിരുന്നപ്പോൾ എൻ്റെ അച്ചോ എനിക്ക് തോന്നിയത് ഒരു മാലാക വന്ന് മുമ്പിലിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ആകെ വിഷമിച്ചു പോയി. എങ്ങനെയാണ് ഇദ്ദേഹത്തോട് ചോദിക്കുക? എൻ്റെ മനസ്സിലുള്ള എളിമയുടെയും വിനയത്തിൻ്റെയും എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തിട്ടാണ് അദ്ദേഹവുമായിട്ട് 1 മണിക്കൂർ സംവദിച്ചത്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് അസൂയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാളുടെ ഹൃദയവികാരം, ഹൃദയ രഹസ്യം നമുക്ക് പകർന്നു കിട്ടുകയുള്ളൂ. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണെങ്കിൽ എത്രയോ ആൾക്കാരുടെ ഹൃദയ രഹസ്യം ഓരോ തലോടിൽ അദ്ദേഹം തന്നെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പലരുടെയും ഒളിച്ചു വച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നുള്ള കാര്യം ചിലരെങ്കിലും ഓർത്തു വെക്കുക. അദ്ദേഹം മാധ്യമങ്ങളിൽ ഒരു വേള നിറഞ്ഞു നിന്നിരുന്നു. ഒരു ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, ആ ഹൃദയത്തെ വേറൊരു ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കണം, ഏതാനും നിമിഷങ്ങളുടെ വിടവിൽ വേണമെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ ഹൃദയം മാത്രമല്ല, ആ ഹൃദയം ഏറ്റുവാങ്ങാൻ പോകുന്ന വ്യക്തിയുടെ ജീവൻ കൂടി സുരക്ഷിതമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇനി ഒരു ദൃശ്യവിവരണം വരുന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു സസ്പെൻസ് ഞാൻ കളയുന്നില്ല. മറ്റൊരു വ്യക്തി ഡോക്ടർ നൂന മാർജിയാണ്. നൂന മാർജ ഞാൻ വളരെ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും അവരെക്കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഒരു പക്ഷേ ഈ അവാർഡിന് ശേഷം ഡോക്ടർ ജോസ് ചാക്കോയെ പോലെ തന്നെ അവർ ചർച്ച പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവരുടെ ജീവിതത്തിൻ്റെ ഏടുകളും ഇവിടെ വരുന്നുണ്ടെങ്കിലും തൻ്റെ പ്രൊഫഷൻ തനിക്ക് നിൽക്കുന്ന സൗകര്യത്തിൻ്റെ ആ സുഖ ശീതള ഛായയിൽ വിശ്രമിക്കാതെ ആദിവാസി ഊരുകളിലേക്ക് ജീപ്പിൽ പോയി
നടന്ന് അവിടെ താമസിച്ച് എന്താണ് വൈദ്യശാസ്ത്രമെന്നറിയാത്ത, മരുന്നില്ലാത്ത, മന്ത്രം മാത്രമുള്ള ഒരു ലോകത്തേക്ക് ശാസ്ത്രത്തിൻ്റെ ദീപ പകർന്നു കൊടുത്ത ഒരു ഡോക്ടറാണ്, പകർന്നു കൊടുക്കുന്ന ഒരു ഡോക്ടറാണ് സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ നൂന മാർജ. മൂന്നാമത്തെ ഡോക്ടറും അതുപോലെ തന്നെയാണ് സന്നദ്ധ സേവന രംഗത്ത് ഡോക്ടർ അബ്ദുൽ ഖാദർ. കൊച്ചു പിള്ളേരുടെ വാദപ്പനി എങ്ങനെയാണ് അവരുടെ ഹൃദയത്തെ ബാധിക്കുന്നത്. ഈ 3 പേരുടെയും പ്രൊഫൈലുകൾ ഒരുപക്ഷെ ഈ അവാർഡിൻ്റെ തന്നെ ശോഭ വർദ്ധിപ്പിക്കുന്നതാണ്. കൈരളി TV ഏർപ്പെടുത്തുന്ന ഓരോ അവാർഡുകളുടെയും ഏറ്റവും സവിശേഷമായ ഘടകം അതിൻ്റെ സത്യസന്ധതയാണ്, അതിൻ്റെ വസ്തുനിഷ്ഠതയാണ്. ഒരു തരത്തിലും ഒരാരോപണത്തിനോ അല്ലെങ്കിൽ സന്ധിക്കോ വിധേയമാകാത്ത ട്രൂ പ്രൊഫഷണൽസിനെ മാത്രം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സവിശേഷമായ അവാർഡാണ് ഞങ്ങൾ ഓരോ വർഷവും ഈ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലയിലും പ്രവർത്തിക്കുന്നത്. ഇക്കുറി ഒരു അവാർഡും കൂടി ഞങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് ഒരു അഭിപ്രായം പറഞ്ഞു, ഡോക്ടർമാർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവർക്കതിന് സൗകര്യം ഒരുക്കുന്നവർ വേണം. അങ്ങനെ ഗുണമേന്മയുള്ള ആതുര സംവിധാനങ്ങൾ ഇന്നവേറ്റീവായിട്ട് ഒരുക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുള്ള ഗൾഫ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വളരെ ചെറുപ്പക്കാരനായ ഡോക്ടർ ഷംഷീർ വയലിലാണ് ഞങ്ങൾ ആ അവാർഡ് നൽകുന്നത്. അദ്ദേഹം ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ദിവസം ദുബായിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അനുമതിയോടെ അദ്ദേഹം ഈ അവാർഡിന് എത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ട, ഡോക്ടർ ഷംഷീറിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തിക്കൊള്ളാം, ഷംഷീറിന് വേണ്ടി ഞങ്ങൾ തന്നെ അവാർഡ് വാങ്ങിക്കൊള്ളാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഷംഷീറിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും പേരാണ് ഞങ്ങളുടെ അവാർഡിന് പാത്രമാകുന്നവർ. എൻ്റെ പ്രിയങ്കരനായ ഡയറക്ടർ ശ്രീ MM മോനായി പറഞ്ഞിരുന്നു, അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രിൻസിപ്പിൾസൊക്കെയാണ് പറയുന്നത് ദീർഘമായി. അത് സൗമിനി ജെയിൻ വരുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്, പക്ഷെ അത് കേൾക്കാൻ വൈകിപ്പോയി. ഇതൊക്കെ ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ മേയർക്ക് കൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥന മമ്മക്കായിക്കൊണ്ട്. കാരണം വെച്ചാൽ ശരിയല്ലേ ആയിരിക്കും. എനിക്ക് ഒറ്റ കാര്യമേ പറയാറുള്ളൂ. ഇന്ന് ഡോക്ടർമാരെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് രോഗിയുടെ, സ്വാശ്രയ കോളേജിലാണോ ഈ ഡോക്ടർ പഠിച്ചെന്നുള്ളത്. അതിനർത്ഥം നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാർ ഒരേ സമയത്ത് രക്ഷകരും ഒരേ സമയത്ത് പൈശാചിക രൂപം പൂണ്ടുന്നവരുമായി മാറുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. ആതുര സേവന രംഗം പണ്ട് ഉള്ളതിനേക്കാൾ വിവാദപരമാകുന്നു, കലുഷിതമാകുന്നു. ഇത്രയും കലുഷിതമായിട്ടുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നെല്ലും പതിരും വേർതിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു മാധ്യമ സംരംഭത്തിനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു അവാർഡ് പ്രക്രിയയിൽ ഞങ്ങൾ IMA കൂടി ഭാഗവാക്കാക്കി. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ഡോക്ടർമാരുടെ നിയന്ത്രണം ഈ IMAയുടെ കയ്യിലാണ്, റൈറ്റ്ലി ഓർ റോങ്ലി. ആ നിയന്ത്രണം ശരിയായ രീതിയിൽ അവർ നിർവഹിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പിൻബലത്താലാണ് ഞങ്ങളിക്കുറി IMA കൂടി ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഭാഗവാക്കായത്. അതുകൊണ്ട് തന്നെ അവർ അത് ഭംഗിയായി നിർവഹിച്ചു. സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, മനോഹരമായിട്ടുള്ള ഈ ഹോളും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളും ഈ ഒരു പരിപാടിക്ക് വേണ്ടി അവർ വിട്ടുതരികയും ചെയ്തു. മനുഷ്യജീവൻ ഒരുപക്ഷെ ഏറ്റവും വിലപ്പെട്ടതാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്. എത്രത്തോളം സമ്പാദിച്ചാലും ES ജോസ് ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യവസായ പ്രമുഖർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്, നല്ല ആരോഗ്യമാണ് ഒരുപക്ഷെ സമ്പത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അതുകൊണ്ട് തന്നെ കൊച്ചിയും അല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് നല്ല സത്പ്രവർത്തനങ്ങളുമായി അദ്ദേഹം കൈകോർക്കുന്നുണ്ട്. ഈ ഹൃദയത്തെ അമ്മാനം ആടുന്നതിനിടയിൽ അദ്ദേഹം ഇവിടെ വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. എന്തോ സ്വന്തമായിട്ട് കൃഷിയുണ്ട്. സ്വന്തമായിട്ട് കൃഷിയുണ്ടെന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ മുഖത്തൊരു ഗർവ്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം കൃഷിക്കാരനാണ്.
ഇവിടെയുള്ള കൃഷി ചെയ്യാൻ പറ്റാത്ത ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ കേൾക്കുക ഒരു കൃഷിക്കാരൻ അദ്ദേഹമാണ്. നമുക്കുള്ള അസൂയ, നമുക്കൊക്കെ വിഷമുള്ള പച്ചക്കറി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വിളയുന്ന പച്ചക്കറി മാത്രമേ കഴിക്കാറുള്ളൂ. അത് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം സുന്ദരനായതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി നാളെ നിങ്ങൾ ഇങ്ങനെ ജൈവ പച്ചക്കറി കഴിച്ചാൽ മമ്മൂക്കയെ പോലെ ആകുമെന്ന് വിചാരിച്ചിട്ട് വിശ്വംഭരൻ സാർ ഒരുപാട് കഴിച്ചു നോക്കി, പക്ഷേ ചുവന്നില്ല, വെളുത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് വെളുപ്പില്ലെങ്കിലും മനസ്സിൻ്റെ വെളുപ്പ് കൊണ്ടാണ് അദ്ദേഹം മമ്മൂക്കയുടെ ഒപ്പം പിടിച്ചു നിൽക്കുന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരുപക്ഷെ ആതുര മേഖല എന്നുള്ള വസ്തുതയ്ക്ക് അടിവരയിടാൻ വേണ്ടിയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മരുന്ന് മാത്രം പോരാ, ആ മരുന്നിനെ സാംശീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അന്തരീക്ഷം കൂടി നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. മരുന്നുകൊണ്ട് മാത്രം ക്യൂർ ചെയ്യപ്പെടാൻ കഴിയുന്ന രോഗങ്ങളല്ല നമ്മുടെ മനസ്സിലുള്ളത്. സ്നേഹത്തിൻ്റെ തലോടൽ, ആശ്വാസം, നല്ല ഭക്ഷണം, നല്ല വായു, നല്ല ജലം, ഒരുപക്ഷെ ഏറ്റവും സമഗ്രത വേണ്ട ഒരു മേഖലയാണ് ഈ ആതുര ശുശ്രൂഷ രംഗം. ആ രംഗത്തിന് മതിയായ പ്രാതിനിധ്യവും പരിഗണനയും ബഹുമാനവും ആദരവും കിട്ടുന്നുണ്ടോ എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. ഈ അവാർഡ് ദൗത്യം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ കിട്ടി എന്നുള്ളത് ഈ എഡിഷനിലെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ലക്ഷണമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരുടെ സാന്നിധ്യം ഇതിനൊരു ഔദ്യോഗിക പരിവേഷം കൂടി നൽകുന്നുണ്ട്. ഈ അവാർഡിനെത്തിയ ഓരോരുത്തരെയും ഞങ്ങളുടെ ഡയറക്ടർ MM മോനായിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ അമക വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. കൈർലി പീപ്പിൾ ഡോക്ടേഴ്സ് അവാർഡ് ദാന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറാണ്. ഔപചാരികമായ ഉദ്ഘാടനത്തിനായി ശൈലജ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ ഭരത് മമ്മൂട്ടി, ഇവിടെ വേദിയിലുള്ള ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയേണ്ടതില്ല, എല്ലാവരും ഓരോരുത്തരെക്കാളും പ്രശസ്തരാണ്. വേദിയിലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ, സദസ്സാണെങ്കിൽ അതിനേക്കാൾ ഘനഗംഭീരമായിട്ടുള്ള സദസ്സാണ്. ആദരണീയരായിട്ടുള്ള ഡോക്ടർമാർ, വ്യവസായ രംഗത്തെ പ്രമുഖർ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നവർ, പുരോഹിതന്മാർ, എല്ലാവരും ചേർന്ന പ്രൗഢമായിട്ടുള്ളൊരു സദസ്സാണ് ഇവിടെയുള്ളത്. ബഹുമാന്യരായ സദസ്യരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഇവിടെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നല്ല ഡോക്ടർമാർക്ക് അവാർഡ് കൊടുക്കാൻ ഒരു ജനകീയ ചാനൽ തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർമാരെ തിരഞ്ഞെടുക്കാൻ സുതാര്യമായിട്ടുള്ള മാർഗം അവലംബിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള ബയാസുമില്ലാതെ ഏറ്റവും നല്ലവരെ തിരഞ്ഞെടുക്കുക. അതിന് നല്ലൊരു കമ്മിറ്റി നിശ്ചയിച്ചുകൊണ്ട് ആ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ശരിയായ മാനദണ്ഡങ്ങളിലൂടെ ഇവിടെ 4 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവാർഡ് കൊടുക്കുന്നതിനായിട്ട്. ആർക്കും ഒരു തർക്കവുമില്ലാത്ത അവാർഡാണ് ഈ 4 പേരും സ്വീകരിക്കുന്നത്. കാരണം അവരെ അവാർഡ് നിർണയ സമിതി നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുള്ളവരാണ്. 4 ഡോക്ടർമാർ മാത്രമല്ല, ഡോക്ടർ സമൂഹത്തിൽ ഇതേപോലെ അവാർഡിന് അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. തലനാരിഴയുടെ വ്യത്യാസത്തിനാണ് ചിലപ്പോൾ 5ാമതൊരാൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരും ഏറ്റവും ആദ്യം എത്താൻ അർഹതപ്പെട്ടവരാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാവരുടെയും ഹൃദയസ്പന്ദനം അളക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോ, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തെ അടുത്ത് കാണാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായിട്ട് കരുതിയിട്ടുള്ള ഒരാളാണ്. ഡോക്ടറെക്കുറിച്ച് വായിക്കാറുണ്ട്,
മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാറുണ്ട്. നേരത്തെ ഹൃദയ കൈമാറ്റം നമ്മുടെ മുന്നിൽ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് അന്ന് ഏറ്റവും നിറഞ്ഞു നിന്ന പേര് ഡോക്ടറുടെ പേരായിരുന്നു. അപ്പോൾ ഡോക്ടർ ബഹുമുഖ പ്രതിഭയായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണ്. ഡോക്ടറായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അവാർഡ് സമ്മാനിക്കുന്ന വേദിയിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ അതീവ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് അവാർഡിന് അർഹമായിട്ടുള്ള നൂന മിർജ, എനിക്ക് അതിയായിട്ടുള്ള അഭിമാനമുണ്ട്. ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ലേഡി ഡോക്ടർ. നേരത്തെ ഇവിടെ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ആദിവാസികളുടെ ഇടയിൽ എത്ര ത്യാഗപൂർണ്ണമായിട്ടാണ്. ഞാനിപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയേറ്റിട്ട്. ഡോക്ടറുടെ എല്ലാ പ്രവർത്തനവും ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷെ വന്ന ഉടനെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, മലപ്പുറത്ത് അവിടുത്തെ വളരെ ഗുരുതരാവസ്ഥയിലുള്ള ആദിവാസി സമൂഹത്തിനിടയിൽ വാഹനങ്ങൾ എത്താത്തയിടത്ത് അവിടെ ചെന്ന് രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കാനും ആശ്വാസം കൊടുക്കാനും ഡോക്ടർ തയ്യാറാവുന്നു. ചിലർ ആശുപത്രിയുടെ സുഖശീതളമായ കെട്ടിടത്തിനകത്തിരുന്നാൽ പോലും കൂടുതൽ പേഷ്യൻസ് മുന്നിൽ വരുമ്പോൾ വലിയ അസഹ്യത പ്രകടിപ്പിക്കാറുണ്ട്, അപൂർവം ചിലർ. ഡോക്ടർമാരുടെ കൂട്ടത്തിൽ അതൊരു വലിയ നമ്പറാണെന്ന് ഞാൻ പറയില്ല. കാരണം ത്യാഗപൂർണ്ണം പണിയെടുക്കുന്നവരാണ് ഡോക്ടർമാരുടെ കൂട്ടത്തിൽ കൂടുതലെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് യാഥാർത്ഥ്യവും. എന്നാൽ അതിന് അപവാദമായിട്ട് ചിലപ്പോൾ ചിലരെങ്കിലും പെരുമാറാറുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ബ്രിട്ടാസ് പറഞ്ഞതുപോലെ അവരുടെ എല്ലാം ഇടയിലാണ് എന്തൊരു ത്യാഗപൂർണമായിട്ടാണ് നൂന പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർ നിലമ്പൂർ കാടുകളിൽ നിന്ന് പ്രസവിച്ച സ്ത്രീയെ നടത്തിക്കൊണ്ടുവന്നു എന്നാണ്. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പം കാട്ടിൽ അങ്ങേ അറ്റത്താണ് പ്രസവം. അവരെ വാഹനത്ത് കൊണ്ടുവരാൻ റോഡുകളില്ല അവിടെ ചെല്ലാൻ. പിന്നെ കുറേ നേരം ചുമന്നു കൊണ്ടുവരാം, പിന്നെ കുറച്ച് നേരം നടക്കും. അപ്പോൾ അത് നമുക്ക് പരിഹാരമൊക്കെ കാണേണ്ട പ്രശ്നമാണ്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ അവിടെ ആരോഗ്യ പ്രവർത്തകർ കയറി ചെന്ന് പരിശോധിക്കുന്നു എന്നുള്ളത് ആ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. എടമലക്കുടിയിൽ അവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ ഞാനിവിടുത്തെ DMOയെ വിളിക്കും. DMO സംഘത്തെയും കൂട്ടി അവിടെ നടന്നെത്തണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം, വേറെ മാർഗമൊന്നുമില്ല അവിടെ എത്തിച്ചേരാൻ. പക്ഷെ ആരോഗ്യവകുപ്പിലെ പ്രവർത്തകർ അവിടെ നടന്നു ചെല്ലുന്നു, അവരെ പരിശോധിക്കുന്നു. അതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതിന് ത്യാഗം ചെയ്യുന്ന ഡോക്ടർമാരെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഡോക്ടറുടെ സാന്നിധ്യം, അതും ഗവൺമെൻറ് മേഖലയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് ആരോഗ്യ വകുപ്പിന് വലിയ സന്തോഷമുണ്ട്. ഡോക്ടർ അബ്ദുൽ ഖാദർ ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. എൻ്റെ കൂടെ ആരോഗ്യ വകുപ്പ് ശക്തമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് തുണയായി നിൽക്കുന്ന ആളാണ് ഡോക്ടർ അംല. ഞങ്ങളുടെ DME ആണ്. ഞങ്ങളുടെ DMEയുടെ ഹസ്ബൻഡാണ് ഡോക്ടർ അബ്ദുൽ ഖാദർ. അതുകൊണ്ട് തന്നെ അബ്ദുൽ ഖാദർ എൻ്റെ ഒരു കുടുംബാംഗം തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൽ കുടുംബത്തിൽ ഒരാൾക്ക് അവാർഡ് കിട്ടി, അത്ര തന്നെ സന്തോഷം എനിക്കുണ്ട്. ഡോക്ടർ ഷംഷീറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ സ്വന്തം ഒരു സഹോദരനെ പോലെ അദ്ദേഹം ഇങ്ങോട്ട് അങ്ങനെയാണ് പറയുന്നത്. ഈ ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയാണെന്നൊരു ഫീലിംഗ് ഉണ്ടായി ചിലപ്പോൾ പറയും. അതിനകത്ത് ഞാനൊരു ചെറിയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അപൂർവ രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു കുടുംബമുണ്ട്. ഒരു പെൺകുട്ടി മാത്രമാണ് നിവർന്ന് നടക്കാൻ പാകത്തിനുള്ളത്. അതിന് 40 വയസ്സായി. അതിൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം കിടപ്പാണ്. ആ പെൺകുട്ടിയാണ് അവരെല്ലാം ശുശ്രൂഷിക്കുന്നത്. ഒരു കുഞ്ഞു വീടാണ്, വേണ്ടത്ര ടോയ്ലറ്റ് സൗകര്യവും കാര്യവും ഒന്നും ഇല്ലാത്തത്. അത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഷംഷീർ പറഞ്ഞു, ടീച്ചർ അവരുടെ വിശദാംശങ്ങളെല്ലാം എനിക്ക് തരൂ, ഞാൻ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം. വിശദാംശം എത്തിച്ചു കൊടുത്തിട്ടില്ല, അതെൻ്റെ തെറ്റാണ്, ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. എത്തിച്ചു കൊടുത്താൽ അവർക്ക് വാസയോഗ്യമായിട്ടുള്ള ഒരു നല്ല വീട് നിർമ്മിച്ച് നൽകാമെന്ന് ഡോക്ടർ ഷംഷീർ പറഞ്ഞു. ഇതൊക്കെയാണ് മനുഷ്യസ്നേഹം, ഇതൊക്കെയാണ് ത്യാഗവും. ക്രിസ്മസിൻ്റെ ദിവസങ്ങളാണ്, യേശുക്രിസ്തുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സമരിയാക്കാരായാൽ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വഴിയെ വീണ് കിടക്കുന്നവനെ നോക്കാതെ പോകാം,
കുഴപ്പമൊന്നുമില്ല, നിയമപരമായിട്ട് ആരും പിടിച്ചു കൊണ്ടുപോയി ശിക്ഷിക്കില്ല, ശിക്ഷിക്കാനുള്ള നിയമമൊക്കെ ഉണ്ടെന്നാലും ആരും ഇടപെടില്ല. പക്ഷെ വഴിയെ വീണ് കിടക്കുന്നയാളെ താങ്ങിയെടുത്ത് സത്രത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്ന നല്ല സമരിയാക്കാരൻ യേശുവിൻ്റെ ഭാഷയിൽ ആകാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് ഉപകാരം ഈ സമൂഹത്തിനുണ്ടാകും. ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം എന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. ഞാനതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പ്രസംഗിക്കില്ല, കാരണം ഈ വേദി അതിനുള്ളതല്ല. പക്ഷേ ആരോഗ്യം, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം, സുസ്ഥിരത, അത് പകർന്നു നൽകണമെങ്കിൽ നമ്മൾ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അല്പം പിന്നോട്ടും പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ആർജിച്ചിട്ടുള്ള ഈ അവസ്ഥയുണ്ടല്ലോ കേരളത്തിൻ്റെ, അസൂയാവഹമാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ, സ്ത്രീകൾക്ക് ആയുസ് കുറച്ചുകൂടി കൂടുതലാണ്. പ്രതീക്ഷിത ആയുസ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് കേരളം. അതിന് കാരണമൊക്കെ ഉണ്ട്, തനിയെ ആയതല്ല. നമ്മളുണ്ടാക്കിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ നമ്മുടെ ജീവിത രീതി എല്ലാം സഹായിച്ചിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമി സ്വന്തമായി കിട്ടുക എന്നുള്ളത് ആയുസ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയ കാര്യമാണ്. 1957 നമുക്ക് അതിനുശേഷം നമുക്കൊരു തുണ്ട് ഭൂമി സ്വന്തമായി കിട്ടാനുള്ള അവകാശം ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും ആയുസ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇന്ന് സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. 1957 പ്രഗത്ഭനായിട്ടുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി, ആദ്യത്തെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ഡോക്ടർ AR മേനോൻ, അദ്ദേഹമാണ് വ്യാപകമായിട്ടുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ആരോഗ്യ ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ചത്. ആദ്യം അദ്ദേഹം ഞാൻ പറയില്ല, കാരണം നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് തന്നെ ധർമാശുപത്രിയൊക്കെ നിലനിന്നിരുന്ന പ്രദേശമാണ് പഴയ പ്രദേശം, ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗം. പക്ഷെ അത് വിപുലമായി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ് ആരോഗ്യ സംവിധാനമായിട്ട് കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് ഡോക്ടർ AR മേനോനാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന ആരോഗ്യവകുപ്പ് മന്ത്രിമാരെല്ലാം ആശുപത്രികൾ നിർമ്മിച്ചും ഡോക്ടർമാരെ നിശ്ചയിച്ചും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിന് നിയതമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അതിന് കീഴെ സബ് സെൻ്ററുകളുണ്ട്. ഗവൺമെൻറ് തലത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാ വികസന ബ്ലോക്കുകളിലും ഒരു CHC ഉണ്ട്. എല്ലാ റവന്യൂ താലൂക്കിലും ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും അതുപോലെ ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. ആ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ നല്ല നിലവാരമുള്ളവയാണ്. പക്ഷേ ഒരുപാടുണ്ടായിട്ടും എന്തൊക്കെയോ പോരാത്തതുണ്ട് അവിടെയൊക്കെ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്ന് രോഗികൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മെഡിക്കൽ കോളേജിൽ റേഡിയേഷൻ നടക്കുന്നില്ല, ഞങ്ങളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഞാനവിടെ വിളിച്ച് ചോദിച്ചു, എന്തേ റേഡിയേഷൻ നടക്കാത്തത്? ഇവിടെ ഒരു കൊബാൾട്ട് മെഷീനുള്ളത് കേടായിപ്പോയി. ആശുപത്രി അധികൃതരെ വിളിച്ച് ചോദിച്ചപ്പോൾ കൊബാൾട്ട് മെഷീന് നല്ല വയസ്സായിട്ടുള്ള മെഷീനാണ്, അത് നന്നാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, അതിൻ്റെ സോഴ്സ് മാറ്റണം. സോഴ്സ് മാറ്റണമെങ്കിൽ 2-3 മാസം ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അത്ര പോരാ. ഒരു മെഷീൻ കേടായാൽ മറ്റൊന്നിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നല്ല സെൻ്ററായിട്ട് മാറണം. ഞങ്ങൾ വന്ന ഉടനെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എവിടെയൊരു ലിനാക് മെഷീൻ കൊടുക്കാൻ തീരുമാനിച്ചു, അതിന് പണം അനുവദിച്ചു. പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കുറച്ച് മാസങ്ങൾ പിടിക്കില്ലേ? അതുവരെ എവിടെ റേഡിയേഷൻ ചെയ്യും? അത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഉപകരണങ്ങളെല്ലാം കേടായിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം മാറ്റി നല്ല സെൻറ്റർ ഓഫ് എക്സലൻസായി മെഡിക്കൽ കോളേജുകളെ, സർക്കാർ മെഡിക്കൽ കോളേജുകളെ മാറ്റണമെന്നുണ്ട്. കേരളത്തിൽ ഈ ഗവൺമെൻറ് ആശുപത്രി ഒക്കെ ഉണ്ടാകുമ്പോഴും ചികിത്സിക്കാനായി മലയാളി 63% പേരും ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ്. കേരളത്തിൻ്റെ സ്വകാര്യ ആശുപത്രികളെ തള്ളി പറയാൻ നമുക്ക് സാധിക്കില്ല. ചിലർ ഒരു കച്ചവട താല്പര്യത്തോടു കൂടി ലേശം അധികം പണമൊക്കെ വാങ്ങിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് മറച്ചു വെക്കാൻ ആവില്ല, അത് പരിശോധിക്കാം നമുക്ക്. ആശുപത്രിയുടെ നടത്തിപ്പൊരു ഘടകമാണ്. സ്വകാര്യ ആശുപത്രിക്കാർ അവരുടെ ആശുപത്രി അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അവർ തന്നെ നടപ്പിലാക്കണം. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാശ് വേണം. പക്ഷേ അതിനകത്തും ഒരു സോഷ്യൽ സർവീസ്, അതിനകത്തും ഒരു ധാർമ്മികത അത് പുലർത്തുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ലിസി ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ പറയാണ്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒന്ന് പറഞ്ഞു പോയതുകൊണ്ട് ക്ഷമിക്കണം. മറ്റാശുപത്രികളുടെ പേര് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല. ഒരുപാട് സ്വകാര്യ ആശുപത്രികളിൽ പാവപ്പെട്ടവർക്ക് ചില സഹായങ്ങൾ ചെയ്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത കൂടുതൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കണം. നമ്മളെല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ ഇത്രയധികം പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ ചെറിയ സ്വകാര്യ ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റലുണ്ട്. എനിക്കേതായാലും നല്ല പിന്തുണയും
നല്ല അഭിപ്രായവും ഒക്കെ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. അരുതാത്തതൊന്നും നമുക്ക് പറയേണ്ടതില്ല, നല്ലതാണ് പറയേണ്ടത്. അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് സ്വകാര്യ മേഖലയും കൂടി ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ്റിനെ സഹായിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കേരളത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. രണ്ട് കാര്യങ്ങളെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പഴയ കുറേ രോഗങ്ങൾ ഇല്ലാതാക്കിയെന്ന് അഭിമാനിച്ചവരാണ് നമ്മൾ. ആയുസ് വർദ്ധിച്ചതിനോടൊപ്പം പകർച്ചവ്യാധികളെ നമ്മൾ പടികടത്തിയെന്ന് അഭിമാനിച്ചു. പക്ഷേ പുതിയ കേരളീയ സമൂഹത്തിൽ ഡിഫ്തീരിയ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നു. എന്തുകൊണ്ട് വരുന്നു? നല്ല പരിശോധന നടത്തണം. കോളറ ബാധിച്ച് മനുഷ്യർ മരിക്കാമോ ഈ ആധുനിക സമൂഹത്തിൽ? വൃത്തിയും വെടിപ്പും ഇല്ലാഞ്ഞിട്ടല്ലേ കോളറ വരുന്നത്? കോളറ വരാതിരിക്കണം ഇത്രയും വൃത്തിയുള്ള സമൂഹത്തിൽ. അപ്പോൾ നമ്മുടെ ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള മിഷനുകൾ ഹരിത കേരളം, ആർദ്രം, ലൈഫ്, വിദ്യാഭ്യാസ പരിപാടി പ്രധാനപ്പെട്ടത്. പിന്നെയും മിഷനുകളുണ്ട് വിമുക്തി അടങ്ങിയ. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ശുചിത്വത്തിനാണ്. മലയാളി 4 നേരം കുളിച്ചാൽ പോരാ, നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ പോരാ. വ്യക്തി ശുചിത്വത്തോടൊപ്പം സമൂഹത്തെ ആകെ ശുചിത്വപൂർണ്ണമാക്കി മാറ്റാനുള്ള നല്ല സിവിക് സെൻസ് മലയാളിക്ക് ഉണ്ടാവണം. ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ബാത്റൂമെല്ലാം തകർന്ന് കിടക്കുന്നു, ടോയ്ലറ്റെല്ലാം തകർന്ന് വൃത്തികേടായിട്ട് കിടക്കുന്നു. ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വൃത്തിയാക്കിയിട്ട് കാര്യമില്ല മിനിസ്റ്ററെ, അത് വൃത്തിയാക്കിയാൽ പിറ്റേന്ന് അവർ പൊട്ടിച്ചു വെക്കും. അതിൻ്റെ ക്ലോസറ്റിലെല്ലാം പാഡൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഡംപ് ചെയ്ത് അതെല്ലാം മോശമാക്കും. അതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ എന്ന്. എന്തുകൊണ്ട് വൃത്തിയാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സിവിക് സെൻസ് തീരെ ഇല്ലാത്തവരാണ് ഇവിടെ വരുന്നത്, പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവർക്കാണ് നല്ല സിവിക് സെൻസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക. നമ്മളവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവിടെ പകരം സംവിധാനം, നല്ല ഇൻസിനറേറ്റർ ഉണ്ടാവണം, പാഡ് കത്തിച്ച് കളയാൻ. എങ്കിൽ പിന്നെ ക്ലോസറ്റിലാരും നിക്ഷേപിക്കില്ല. അങ്ങനെ പറഞ്ഞു പോയ പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയാൽ ഞാൻ അറിയാതെ ദീർഘിപ്പിച്ചു പോയി, ഞാനത് പറയുന്നില്ല. പക്ഷേ മലയാളിയുടെ ശുചിത്വ ബോധം അത് വർദ്ധിച്ചേ മതിയാവുകയുള്ളൂ. അത് സാമൂഹ്യ പ്രാധാന്യമുള്ളതായിട്ട് മാറണം. നമ്മൾ ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം. കഴിഞ്ഞ മഴക്കാലത്ത് ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു പകർച്ചവ്യാധി മരണം പോലും ഉണ്ടാവരുതെന്നാണ്. പകർച്ചവ്യാധി മരണത്തിൻ്റെ എണ്ണം കുറക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഇതൊരു സ്നേക്ക് ആൻഡ് ലാഡറാണ് ആരോഗ്യവകുപ്പിൻ്റെ കാര്യം. ആരെങ്കിലും ഒരാൾ വിളിച്ചൊരു അഭിനന്ദനം തരുമ്പോൾ എൻ്റെ മനസ്സിലൊരു പേടിയായിരിക്കും. കാരണം ഇപ്പോൾ ലാഡറിൽ അവിടെ എത്തിയിട്ടുണ്ട്, അടുത്തത് ഒരു പാമ്പിൻ്റെ വായായിരിക്കും. എപ്പോഴാണ് ഞങ്ങൾ താഴേക്ക് പതിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇത്തവണ മഴ വരുന്നുണ്ട് കേട്ടോ, മഴ വരണം. പക്ഷേ ആ മഴയോടൊപ്പം ഒരിക്കലും പകർച്ചവ്യാധി മരണം വരരുത് എന്ന പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കണം. ചാനലുകളെല്ലാം അതിനുള്ള സഹായം ചെയ്യണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇത്തരം എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. പുതിയ ആധുനിക ജീവിത ശൈലി രോഗങ്ങൾ, അവിടെയാണ് പത്മശ്രീ മമ്മൂട്ടിയുടെ ഒക്കെ പ്രസക്തി വരുന്നത്. നമ്മൾ ആരും കൃഷി ചെയ്താലും നാട്ടുകാരത് കണ്ട് കൃഷി ചെയ്യാൻ പുറപ്പെടുന്നില്ല. ജൈവ പച്ചക്കറി ഉണ്ടാക്കാൻ പ്രഗത്ഭരായിട്ടുള്ള ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ സെലിബ്രിറ്റികൾ തയ്യാറാകുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഒരു ആവേശം വരുന്നുണ്ടെന്നാണ്. അവർ ചിലപ്പോൾ കൃഷിക്കാരായി മാറിയേക്കാം. നല്ല ജൈവ കൃഷി കേരളത്തിലുടനീളം വ്യാപിച്ചാലേ എൻ്റെ വകുപ്പ് നേരാമണ്ണം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ആരോഗ്യം ഇല്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം വിഷം കഴിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നല്ല ജൈവ കൃഷി വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതുപോലെ തന്നെയാണ് ശുദ്ധജലം, നല്ല വെള്ളം കുടിക്കാൻ കേരളത്തിലുള്ളവർക്ക് കഴിയട്ടെ എന്ന് ആശിക്കുന്നു. അപ്പോൾ നല്ല വെള്ളവും നല്ല വായുവും എറണാകുളത്ത് നിന്നിട്ട് പറയാമോ എന്നറിയില്ല. പണ്ട് നായനാർ വന്നിട്ട് പറഞ്ഞിരുന്നു, എറണാകുളത്ത് നിറയെ പൊല്യൂഷനാണ്. ആരെങ്കിലും ഒരു ഇലക്ഷൻ പ്രചരണ യോഗത്തിന് വന്നപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. വോട്ട് കിട്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല. പക്ഷേ പൊല്യൂഷൻ കുറക്കാൻ നമുക്ക് സാധിക്കണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കൂടി എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളിവിടെ അതിനുള്ള ചില സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ ഉണ്ട്, കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. നല്ല വായു, നല്ല വെള്ളം, നല്ല മനസ്സ്, നല്ല സ്നേഹം, നല്ല കൂട്ടായ്മ, ഇതൊക്കെ ചേരുമ്പോഴാണ് നല്ല ആരോഗ്യം മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ളവരായി കേരളത്തിലെ പൗരന്മാർ മാറുക. നല്ല ആരോഗ്യമുണ്ടായാൽ അക്രമങ്ങൾ കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ള ഒരു പൗരൻ സ്ത്രീകളെ പീഡിപ്പിക്കില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന നരാധമന്മാരുടെ നാടാണ് കേരളമെന്ന് നമുക്കൊരിക്കലും പറഞ്ഞുകൂടാ. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ എൻ്റെ വകുപ്പാണ് ഏറ്റവും നന്നാവേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആരോഗ്യ വകുപ്പ്. അതിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്ന് കരുതുന്നു. അവാർഡ് കിട്ടിയ ഡോക്ടർമാരെല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഡോക്ടർ ജോസ് ചാക്കോ ഒക്കെ നല്ല നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക്. കണ്ടിട്ടൊന്ന് ഡോക്ടറോട് സംസാരിച്ചാൽ മതി, അപ്പോൾ തന്നെ
എനിക്ക് കുറേ ആവേശം കിട്ടാറുണ്ട്, ഒരാത്മവിശ്വാസം കിട്ടാറുണ്ട്. ആ ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് എല്ലാവരും സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. IMAയുടെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഞാൻ. ഈ അവാർഡ് കിട്ടിയ ഡോക്ടർമാരുടെ സേവനം നമുക്ക് സമൂഹത്തിന് കൂടുതലായി ലഭ്യമാകട്ടെ. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ഡോക്ടർമാർ അവാർഡിന് വേണ്ടി മത്സരിക്കുകയൊന്നുമില്ല. ഡോക്ടർമാർ, എനിക്ക് നന്നായിട്ടറിയാം ഡോക്ടർമാരെ, പ്രതിഭകളെ. പക്ഷേ അറിയാതെ അവാർഡ് അവരുടെ അടുത്തേക്ക് എത്തിച്ചേരട്ടെ. അതിന് കൈരളി ഒരു നിമിത്തമാകട്ടെ. കൈരളിയെ പോലുള്ള ജനകീയ ചാനൽ ചെയ്യുന്ന ഈ ഏറ്റവും മഹത്തായിട്ടുള്ള കൃത്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സന്തോഷവും അഭിമാനവും പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും.